ബിഗ് ബോസ് അവസാനിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് സിനിമയിലൊക്കെ നല്ല ചാൻസ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മുടെ സ്കീഡ് ഐസ്ക്രീം സ്പോൺസേർഡ് ടാസ്കിനകത്ത് എന്തോന്നിടേ ഇത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിച്ച് ഊപ്പാടുള്ളവ ഈ കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ വിക്രമായിട്ട് വന്നത് നമ്മുടെ ജിൻഡോയാണ്. കണ്ണിൽ മറ്റേ മഷി പുരട്ടിയ സമയം തൊട്ട് തന്നെ ആൾക്കാർക്ക് ചിരി വരും. കാരണം ഭയങ്കര രസമാണ് അത് കാണാൻ. പുള്ളിയുടെ പിന്നെ ഡയലോഗ്, പിന്നെ അതിൻ്റെ കൂടെ മറ്റേ തമിഴ് പറയേണ്ട പുള്ളി മലയാളം പറഞ്ഞത് എല്ലാം കൂടെ എപ്പോഴും ചിരിച്ച് ആൾക്കാരുടെ ഊപ്പാടുള്ളവി. എന്തായാലും അത് കിടിലമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് കൂടെ സപ്പോർട്ട് ചെയ്തുണ്ടായിരുന്നത് നമ്മുടെ ശ്രീതു ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഡയലോഗും പിന്നെ ഐസ്ക്രീം എടുത്ത് തിന്നിട്ട് ശ്രീതുവിനൊരു നോട്ടമൊക്കെ ഉണ്ട്. സംഗതി സൂപ്പറായിരുന്നു. BGM കൂടെ ജിൻഡോ തന്നെ അങ്ങോട്ട് പാടുകയാണ്. എൻ്റെ മോനെ ചിരിച്ച് ഊപ്പാടുമെന്ന് നിങ്ങൾ ലൈവ് കണ്ടവർക്കും എപ്പിസോഡ് കണ്ടവർക്കും മനസ്സിലാവും. ആ ഒരു ടാസ്കിൽ നന്നായിട്ട് ചെയ്തത് നമ്മുടെ അഭിഷേകും അതുപോലെ തന്നെ നമ്മുടെ മുടിയനും സൂപ്പറായിട്ട് ചെയ്തു. കോൺസെപ്റ്റ് സൂപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നു ഉസ്താദ് ഹോട്ടലിലെ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ ഒരു സാധനം അത് കൊള്ളാം. ആ ഒരു സ്കേ ഐസ്ക്രീമിന് കിട്ടിയ ഒരു നല്ലൊരു പ്രൊമോഷൻ തന്നെയാണ്. അവർ തന്നെയാണ് ജയിച്ചത് ടാസ്കിൽ. സോ എന്തായാലും ഇവർ നന്നായി പെർഫോം ചെയ്തു. നമ്മുടെ അഭിഷേകും അതുപോലെ തന്നെ മുടിയനും ഐസ്ക്രീമിൻ്റെ മൊഹബത്തിനെ കുറിച്ച് സംസാരിക്കുകയും മനോഹരമായി അത് അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജിൻഡോ നമ്മളെ ചിരിപ്പിച്ച് പണ്ടാരടക്കി കളഞ്ഞു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.